أفضل الصلاة وأزكى التسليم وعلى آله وصحبه ومن والاه وسلم تسليما مزيدا إلى يوم الدين. أما بعد، فيقول رحمه الله: الرحمن الرحيم البر الكريم الجواد الرؤوف الوهاب. هذه الأسماء تتقارب معانيها. ഈ പേരുകളെല്ലാം ഏതാണ്ട് അടുത്ത അർത്ഥങ്ങൾ വരുന്നവയാണ്. ഒരേ അർത്ഥങ്ങളിൽ അല്ലെങ്കിൽ അടുത്തടുത്തുള്ള അർത്ഥങ്ങളിൽ വരുന്നതാണ് ഈ പേരുകൾ. അർ-റഹ്മാൻ, അർ-റഹീം, അൽ-ബർ, അൽ-കരീം, അൽ-ജവാദ്, അർ-റഊഫ്, അൽ-വഹാബ്. ഏറെക്കുറെ അടുത്തടുത്തുള്ള അർത്ഥമാണ് ഈ പേരുകൾക്കൊക്കെ ഉള്ളത്. وتدل كلها على اتصاف الرب بالرحمة والبر والجود والكرم. ഈ പേരുകളെല്ലാം അറിയിക്കുന്നത് അലത്തിസാഫി റബ്ബ് ബിർറഹ്മ, റബ്ബിന് ഉള്ള അവനെ വിശേഷിപ്പിക്കുന്ന ചില വിശേഷണങ്ങൾ. ബിർറഹ്മ, ഒന്ന് കാരുണ്യം കൊണ്ട്, വൽ ബിർ നന്മ, വൽ ജൂദ് ജൂദ് കയ്യഴിഞ്ഞുള്ള സഹായം, അതിനാണ് ജൂദ് എന്ന് പറയുക. വൽ കറം ഔദാര്യം. ഇതൊക്കെ മലയാളത്തിൽ പറഞ്ഞാലും ഏതെങ്കിലും ഒന്നോ രണ്ടോ വാക്കേ പറയാനുണ്ടാവുള്ളൂ. അറബിയിൽ ഇതിന് ഓരോന്നിനും ഓരോ അർത്ഥമുണ്ട്. ജൂദ് പറഞ്ഞാൽ അത് വളരെ ധാരാളമായി അഴഞ്ഞു സഹായിക്കുന്നതിനാണ് ജൂദ് എന്ന് പറയുന്നത്. ജവാദ് അങ്ങേയറ്റത്തെ സഹായി, അങ്ങേയറ്റം നന്മയിൽ ചിലവഴിക്കുന്ന ഒരാൾക്കാണ് ജവാദ് എന്ന് പറയാം. കരീം, അത് തന്നെയും വളരെ മാന്യമായി ധാരാളമായി കറമ് കാണിക്കുന്ന, ഔദാര്യം കാണിക്കുന്ന അതിനാണ് കറം എന്ന് പറയാം. ഈ കറമും ജൂദും ബിറും റഹ്മത്തും ഇതൊക്കെയാണ് ഈ പേരുകളിൽ എല്ലാത്തിന്റെയും ഉള്ളടക്കം, ഈ പേരുകളിലൊക്കെ ഉള്ള സിഫത്ത്. വഅലാ സിഅത്തി റഹ്മത്തിഹി വമവാഹിബിഹി, അതുപോലെ തന്നെ വഅലാ സിഅത്തി റഹ്മത്തിഹി, അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ വിശാലത ഈ പേരുകൾ അറിയിക്കുന്നുണ്ട്. വമവാഹിബിഹി, അവൻ നൽകുന്ന ദാനങ്ങളുടെ ഔദാര്യങ്ങളുടെ വിശാലത. അല്ലത്തി അമ്മ ബിഹ ജമീഅൽ വുജൂദ്, ആ അള്ളാഹുവിന്റെ കാരുണ്യവും അവന്റെ മവാഹിബുകളും അമ്മ ബിഹ ജമീഅൽ വുജൂദ്, ഇവിടെ ഉള്ള എന്തൊക്കെയുണ്ടോ, അല്ലാഹുവല്ലാത്ത എന്തൊക്കെയുണ്ടോ അവക്കെല്ലാം വ്യാപകമായി അവയെല്ലാം ചൂഴ്ന്നു നിൽക്കുന്നതാണ്. ബിഹസബി മാ തഖ്തദിഹി ഹിക്മത്തുഹു, അല്ലാഹുവിന്റെ ഹിക്മത്ത് തേടുന്നതനുസരിച്ച്, അള്ളാന്റെ ഹിക്മത്തിന്റെ തേട്ടമനുസരിച്ച്, അവന്റെ ഹിക്മത്തിലുള്ള അള്ളാന്റെ ഹിക്മത്തിലുള്ള അവന്റെ തീരുമാനങ്ങൾ അനുസരിച്ച്, അവന്റെ ഹിക്മത്ത് അനുസരിച്ച് ഓരോന്നിനും എത്രത്തോളം കിട്ടണോ അത്രത്തോളം ഇതിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. എല്ലാ പടപ്പുകളെയും ചൂഴ്ന്നു നിൽക്കുന്നതാണ് അള്ളാഹുവിന്റെ കാരുണ്യം. എല്ലാവർക്കും വിശാലമാണ് അവന്റെ മവാഹിബുകൾ. അതവന്റെ ഹിക്മത്ത് അനുസരിച്ച് ഓരോരുത്തർക്കും വേണ്ട അളവിൽ അള്ളാഹു അത് നൽകിക്കൊണ്ടിരിക്കുന്നു. വഖസ്സൽ മുഅ്മിനീന ബിഹാ ബിന്നസീബിൽ ഔഫർ വൽഹള്ളിൽ അക്മൽ. ഈ കാരുണ്യവും ജൂദും കറമും ബിറും കൊണ്ട് അല്ലാഹു ഖസ്സൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളെ പ്രത്യേകമാക്കിയിട്ടുണ്ട്. ബിന്നസീബിൽ ഔഫർ, ഏറ്റവും നല്ല ഒരു ഭാഗം, ഏറ്റവും പരിപൂർണമായൊരു ഭാഗം. വൽഹള്ളിൽ അക്മൽ, ഏറ്റവും പരിപൂർണമായ ഭാഗം, ഏറ്റവും നല്ല നസീബും ഏറ്റവും കമാലായ ഹള്ളും അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കാരുണ്യത്തിൽ നിന്നും അവന്റെ
കറമിൽ നിന്നും അവന്റെ ജൂദിൽ നിന്നും മുഅ്മിനീങ്ങൾക്ക് ഖാസ്സാക്കി വെക്കുകയും ചെയ്തിട്ടുണ്ട്. മുഅ്മിനീങ്ങൾക്കാണ് അള്ളാഹു ഇതിന്റെ എല്ലാ നിലക്കുള്ള പൂർണ്ണതയും ഏറ്റവും നല്ല ഓഹരിയും അള്ളാഹു തീരുമാനിച്ചു വെച്ചിട്ടുള്ളത് മുഅ്മിനീങ്ങൾക്കാണ്. ഖാല തആല വറഹ്മതി വസിഅത് കുല്ല ശൈ ഫസഅക്തുബുഹാ ലില്ലദീന യത്തഖൂൻ. വറഹ്മതി വസിഅത് കുല്ല ശൈ, എന്റെ റഹ്മത്ത് എല്ലാ വസ്തുക്കളെയും വിശാലമായി ചൂഴ്ന്നു നിൽക്കുന്നതാണ്. എല്ലാ വസ്തുക്കളുടെ മേലും വിശാലമാണ്, എല്ലാ വസ്തുക്കളെയും ചൂഴ്ന്നു നിൽക്കുന്നതാണ്. എന്തൊക്കെയുണ്ടോ അള്ളാന്റെ പടപ്പുകളായിട്ട് എന്തൊക്കെയുണ്ടോ ഒന്നും തന്നെ ഒരാളും തന്നെ അല്ലെങ്കിൽ ഒരു വസ്തുവും തന്നെ അള്ളാന്റെ റഹ്മത്തിൽ നിന്ന് പുറത്തു പോകുന്നില്ല. എല്ലാ വസ്തുക്കളെയും വലയം ചെയ്തിരിക്കുന്നു അള്ളാന്റെ റഹ്മത്ത്. അള്ളാന്റെ ഇൽമ് എവിടെ എത്തുമോ അവിടെ അള്ളാന്റെ റഹ്മത്ത് എത്തുമെന്ന്. അള്ളാന്റെ ഇൽമിൽ നിന്ന് വല മിസ്കാല ഹബ്ബത്തി ഖർദൽ, ഒരു ധാന്യത്തിന്റെ ഒരു ധാന്യമണിയുടെ തൂക്കമുള്ള ഒരു വലുപ്പമുള്ള എന്തെങ്കിലും ഒന്നുപോലും ഒഴിവാകുന്നില്ല. അള്ളാന്റെ ഇൽമിൽ പെടാത്ത ഒന്നും തന്നെയില്ല എങ്കിൽ അള്ളാന്റെ റഹ്മത്ത് അവിടെയൊക്കെ എത്തും. ഒരൊറ്റ പടപ്പും അള്ളാന്റെ റഹ്മത്തിൽ നിന്ന് പുറത്തുപോയി ഈ ലോകത്ത് ജീവിക്കുന്നില്ല. വറഹ്മതി വസിഅത് കുല്ല ശൈഇൻ, എന്റെ റഹ്മത്ത് എല്ലാ വസ്തുക്കളെയും ചൂഴ്ന്നു നിൽക്കുന്നു. ഫസഅക്തുബുഹാ ലില്ലദീന യത്തഖൂൻ. ഫസഅക്തുബുഹാ, ഇനി ഞാൻ അത് രേഖപ്പെടുത്തും. ലില്ലദീന യത്തഖൂൻ, തഖ്വ ഉള്ള ആളുകൾക്ക് പ്രത്യേകമായി അത് അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിക്കുന്നതാണ്. തഖ്വ ഉള്ളവർക്ക് പ്രത്യേകമായി അല്ലാഹു അത് നൽകും. വന്നിഅം വൽഇഹ്സാൻ കുല്ലുഹു മിൻ ആസാരി റഹ്മതിഹി വജൂദിഹി വകറമിഹി. നിഅമത്തുകളും ഇഹ്സാനുകളും അല്ലാഹുവിന്റെ നിഅമത്തും അവൻ ചെയ്തു തരുന്ന അനുഗ്രഹങ്ങളും അവൻ ചെയ്തു തരുന്ന നന്മകളും കുല്ലുഹു മിൻ ആസാരി റഹ്മതിഹി, എല്ലാം അവന്റെ റഹ്മത്തിന്റെ ആസാറുകളിൽപ്പെട്ടതാണ്. വജൂദിഹി വകറമിഹി, അവന്റെ ജൂദിന്റെയും കറമിന്റെയും അള്ളാഹുവിന്റെ ദാനത്തിന്റെയും ഔദാര്യത്തിന്റെയും ആസാറുകളിൽപ്പെട്ടതാണ് എല്ലാ നന്മകളും എല്ലാ അനുഗ്രഹങ്ങളും. വഖൈറാത്തു ദുനിയ വൽ ആഖിറ കുല്ലുഹു മിൻ ആസാരി റഹ്മതിഹി, ദുനിയാവിലും പരലോകത്തും കാണുന്ന മുഴുവൻ ഖൈറുകളും, ദുനിയാവിലെയും പരലോകത്തെയും മുഴുവൻ ഖൈറുകളും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ റഹ്മത്തിന്റെ ആസാറുകളിൽപ്പെട്ടതാണ്. അപ്പോ ഇത്രയും പേരുകൾ, ഇവയിൽ ഉൾക്കൊള്ളുന്ന സിഫത്തുകൾ ഏതാണ്ട് ഒരുപോലെയാണ്. തുടക്കത്തിൽ ഞാൻ പറഞ്ഞു എന്നാണ് എന്റെ ഓർമ്മ. അള്ളാന്റെ അസ്മാകളുടെ പ്രത്യേകത, ചില ഇസ്മുകൾ പരസ്പരം ഒന്നൊന്നിനോട് യോജിക്കുന്ന അർത്ഥമുള്ളതായിരിക്കും. ഒരേ ഇസ്മ തന്നെ പല ഇസ്മുകളുടെയും അതേ അർത്ഥം ഏറെക്കുറെ അടുത്തടുത്ത് നിൽക്കുന്നതായിരിക്കും. ഏറെക്കുറെ, എല്ലാം ഒരുപോലെയല്ല. മുത്തറാദിഫ് എന്ന് പറഞ്ഞിട്ട് അറബിയിൽ അങ്ങനെ എല്ലാം ഒരുപോലെ പിന്നെ എന്തില്ല, സാധാരണ നമ്മൾ പര്യായം എന്ന് പറയുന്നത് പോലെ മലയാളത്തിൽ പറയുന്നത് പോലെ ഇല്ല. നേരെ മറിച്ച് ഒന്നൊന്നിനോട് ഏറെക്കുറെ അടുത്ത് നിൽക്കുന്ന, എന്നാൽ ഒന്ന് മറ്റൊന്നിനേക്കാളും സിയാദത്തുൽ മഅന നൽകുന്നതായിരിക്കും. വേറെ ചില ഇസ്മുകൾ ഒറ്റ ഇസ്മ തന്നെ ധാരാളം ഇസ്മുകളുടെ അർത്ഥം ഒന്നിച്ചു ചേർക്കുന്നതുമായിരിക്കും. ധാരാളം അസ്മാകളുടെ അർത്ഥം ഒരൊറ്റ ഇസ്മിൽ തന്നെ ഉൾക്കൊള്ളും. ഇവിടെ പറയപ്പെട്ട അസ്മാകൾ ഏതൊക്കെയാണ്? അർ റഹ്മാൻ, ദുർ റഹ്മത്തിൽ വാസിഅ, വിശാലമായ റഹ്മത്തിനെയാണ് റഹ്മാൻ എന്ന വാക്ക് ഉൾക്കൊള്ളുന്നത്. അർ റഹീം, ദുർ റഹ്മത്തിൽ വാസില. തമ്മിലുള്ള വ്യത്യാസം അക്ഷരങ്ങളിൽ വ്യത്യാസമുള്ളതുപോലെ തന്നെ ആശയത്തിലും ആ രണ്ട് പേരുകൾ തമ്മിൽ വ്യത്യാസം വരും. റഹ്മാൻ എന്നതിൽ റഹീം എന്നതിനേക്കാളും ഒരക്ഷരം കൂടുതലുള്ളത് പോലെ തന്നെ റഹ്മാൻ എന്നത് റഹീമിനേക്കാളും ആശയവും കൂടുതലുള്ളതാണ്. റഹ്മാൻ ഈ ദുനിയാവിൽ എല്ലാവർക്കും, അവന് ത്വഅത്ത് ചെയ്യുന്നവർക്കും
അവനെ ധിക്കരിക്കുന്നവർക്കും എല്ലാവർക്കും റഹ്മത്ത് നൽകുന്നവനാണവൻ. റഹീമുൽ ആഖിറ, പരലോകത്ത് മുഅ്മിനീങ്ങൾക്ക് ഖാസ്സായി പ്രത്യേകമായി റഹ്മത്ത് നൽകുന്നവനാണവൻ. രണ്ടാമതർത്ഥം അർ റഹ്മാൻ എന്നത് അതവന്റെ ദാത്തുമായി ബന്ധപ്പെട്ടത് വിശാലമായ റഹ്മത്ത് ഉള്ളവനാണവൻ. റഹീം അവന്റെ പടപ്പുകൾക്ക് റഹ്മത്ത് ചെയ്യുന്നവനാണ്. ഇങ്ങനെ റഹ്മാൻ റഹീം അതിലൊക്കെ നേരത്തെ പറഞ്ഞ ഭാഗങ്ങളൊക്കെ ഉൾക്കൊള്ളും. അള്ളാഹുവിന്റെ ജൂദും കറമും ബിറും ഇഹ്സാനും അതുപോലെ തന്നെ അള്ളാഹു നൽകുന്ന മവാഹിബുകളും ഇതൊക്കെയും റഹ്മത്തിന്റെ ഭാഗമാണ്. മാത്രമല്ല അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഇൽമ് എത്തുന്ന എല്ലായിടത്തും അവന്റെ റഹ്മത്ത് എത്തുന്നുണ്ട്. അവന്റെ റഹ്മത്ത് അവന്റെ എല്ലാ പടപ്പുകളെയും വിശാലമായി ചൂഴ്ന്നു നിൽക്കുന്നുണ്ട്. പ്രത്യേകമായി അവൻ മുഅ്മിനീങ്ങൾക്ക് അവന്റെ റഹ്മത്ത് പ്രത്യേകമായി അതിന്റെ ഹള്ളുൽ ഔഫർ വന്നസീബുൽ ഹള്ളുൽ അക്മൽ വന്നസീബുൽ ഔഫർ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങൾക്കാണ് നിശ്ചയിച്ചു വെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെയാണ് അല്ലാഹ് ബർറാണ്, അൽ ബർറുർ റഹീം. ബർറാണ് അല്ലാഹ്, അങ്ങേയറ്റം ബിർറ് ചെയ്യുന്നവനാണ്, അങ്ങേയറ്റം ബിർറ് ചെയ്യുന്നവൻ, ഇഹ്സാൻ ചെയ്യുന്നവനാണ്. വൽ കരീം, കരീമാണ് റബ്ബ്. കരീം കറമ് എന്നത് എത്ര കണ്ട് ഇങ്ങോട്ട് എത്ര കണ്ട് ഉപദ്രവിച്ചാൽ പോലും അങ്ങോട്ട് മാന്യമായി പെരുമാറുന്നതാണ് കറമ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അവന്റെ സൃഷ്ടികൾ ഉപദ്രവിക്കുന്നത് അതിന് ചില ഉദാഹരണങ്ങൾ ഹദീസുകൾ നമുക്ക് കാണാം. ഇബ്നു ആദം, എന്റെ ആദമിന്റെ മക്കൾ എന്നെ ഉപദ്രവിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. അള്ളാഹ്ക്ക് ഈദാ നടത്തുന്നത് കാണാം. അള്ളാഹ്ക്ക് കുട്ടിയുണ്ട് എന്നുള്ള വാദം അള്ളാഹ്ക്ക് ഏറ്റവും വലിയ ഉപദ്രവമാണ്, ഏറ്റവും വലിയ പ്രയാസമുണ്ടാക്കുന്നതാണ്. ഇങ്ങനെയൊക്കെ അള്ളാഹിനെ ധിക്കരിച്ചിട്ട് അള്ളാഹിന്റെ നിഅ്മത്തുകളൊക്കെ അനുഭവിക്കുക, എന്നിട്ട് നേരെ നാവുകൊണ്ടും പ്രവൃത്തി കൊണ്ടും അള്ളാഹിനെ ധിക്കരിക്കുക. ഇതല്ലേ പടപ്പുകളിൽ അധികം ആളുകളും ചെയ്യുന്നത്. അധികം ആളുകളും ചെയ്യുന്നത് ഇതാണ്. എന്നല്ല, വളരെ കുറഞ്ഞ ആളുകളാണ് നന്ദി കാണിക്കുന്നത്. അനുഗ്രഹങ്ങൾ അനുഭവിക്കുക, നേരെ ധിക്കരിക്കുക. ഈ ധിക്കാരമൊക്കെ ചെയ്തിട്ടും അങ്ങോട്ട് മാന്യമായി പെരുമാറുക, ഇങ്ങോട്ട് ഉപദ്രവമൊക്കെ ചെയ്തിട്ടും അങ്ങോട്ട് മാന്യമായി പെരുമാറുകയും എല്ലാ ഔദാര്യം അവർക്ക് ചെയ്തു കൊടുക്കുന്നത് അള്ളാന്റെ കറമാണ്. കരീമാണ്, അങ്ങേയറ്റം കരീമാണ്. അതുപോലെ തന്നെ ജവാദാണ്. ജവാദ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും കുറച്ചുണ്ടാകുമ്പോൾ കുറച്ച് കൊടുക്കുക, അതല്ല ജവാദ്. ജവാദ് എന്ന് പറഞ്ഞാൽ സഹിയ്, ജവാദ് എന്നൊക്കെ പറയുന്നത് അത് സാധാരണ പറയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ഉള്ളൊരു സിഫത്തിൽപ്പെട്ടതാണ്. ഫഖർ ഭയപ്പെടാതെ ചെലവഴിക്കുന്നവനാണ് അദ്ദേഹം. ഫഖർ ഭയപ്പെടാതെ, മുൻപില് ഭാവിയിൽ ഇനി ഞാനിത് ചെലവഴിച്ചു കഴിഞ്ഞാൽ എനിക്കെന്തൊക്കെ കൊടുക്കു വരാനുണ്ട്, ഇങ്ങനെ അവനവന്റെ സേഫ്റ്റി നോക്കാതെ ആരെങ്കിലും ദാനം ചെയ്യും. ഇങ്ങനെ അവനവന്റെ സേഫ്റ്റി മുമ്പും പിൻപും എല്ലാ സൈഡും ഒക്കെ ആലോചിച്ച് വന്നാൽ ചിലപ്പോ ഒന്നും കൊടുക്കാണ്ടാവില്ല. ഇതൊന്നും നോക്കാതെ നമ്മൾ സാധാരണ കൈയഴിഞ്ഞ് സഹായിക്കുന്നവൻ അങ്ങനെ കൊടുക്കല്ലേ, ധാരാളമായി കൊടുക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല വലഹുൽ മസലുൽ അഅല. ജവാബ് അള്ളാന്റെ ജൂദ് അതല്ലേ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന, നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവനും. എത്രയാണ് അള്ളാഹു അവന്റെ ഖജനാവിൽ നിന്ന് അവന്റെ പടപ്പുകൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന സഹായങ്ങൾ. അവന്റെ ജൂദ്, ജവാദ്, അള്ളാഹ് ജവാദാണ്. അതുപോലെ തന്നെ റഊഫാണ് അള്ളാഹ്, റഊഫാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല റഅഫത്ത് എന്ന് പറഞ്ഞാൽ നേരെ നമ്മൾ മലയാളത്തിൽ പറയാവുന്നത് ദയാനുകമ്പയാണ്. ഒരാള് പ്രയാസപ്പെടുന്നത് കാണുമ്പോൾ ഉണ്ടാകുന്ന വികാരമാണ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവരുടെ റഅഫത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പടപ്പുകൾ പ്രയാസപ്പെട്ടെന്ന് അവനെ വിളിച്ചാൽ, അവനിലേക്കൊന്ന് തിരിഞ്ഞാൽ എത്രയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് കാണിക്കുന്ന റഅഫത്ത്. മനസ്സൊന്ന് പ്രയാസപ്പെട്ടിട്ട് റബ്ബിനോടൊന്ന് കാര്യം പറഞ്ഞാൽ എത്ര പെട്ടെന്നാണ് ആ പ്രയാസങ്ങൾ നീങ്ങിപ്പോകുന്നത്. അത് മാത്രമല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ റഅഫത്ത്, അവന്റെ റഹ്മത്ത് എത്രയാണ് അതിന്റെ ആസാറുകൾ ഈ ദുനിയാവിൽ. വഹുവർ റഊഫ് അൽ വഹാബ്. വഹാബ് എന്നത് ദാനം കൊടുക്കുക, ദാനമായി കൊടുക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നത് മുഴുവനും ദാനാണ്.
എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്ന് അങ്ങോട്ട് എന്തെങ്കിലും വാങ്ങിയിട്ട് ഇങ്ങോട്ട് തരുന്നത്? അള്ളാഹ് അങ്ങനത്തെ എന്തെങ്കിലും കൊടുത്താൽ പടപ്പുകൾ എല്ലാവരും കൂടി വിചാരിച്ചിട്ട് കൊടുക്കാൻ, എന്തെങ്കിലും ഒരു ഉപകാരം ചെയ്യാൻ അവരെല്ലാരും കൂടി, നിങ്ങളെല്ലാരും കൂടി ഒരൊറ്റ മൈതാനത്ത് ഒന്നിച്ച് എന്നിട്ട് എല്ലാരും കൂടി തീരുമാനിച്ച് എല്ലാരും കൂടി അള്ളാഹ്ക്ക് ഒരു ഉപകാരം ചെയ്തു കൊടുക്കാൻ കഴിഞ്ഞാൽ ഒരു വസ്തുക്കളെ കൊണ്ട് ചെയ്യാൻ കഴിയില്ല. അല്ലാഹു ഹുവൽ അലിയ്യുൽ ഹമീദ്. അള്ളാഹ് തരുന്നത് മുഴുവനും അള്ളാഹിന്റെ ഔദാര്യം എന്താണ്? അള്ളാഹുവിന്റെ ഔദാര്യമാണ്, അള്ളാഹുവിന്റെ ദാനമാണ്. അല്ലാഹ് വഹാബാണ്. എന്നിട്ട് അവൻ കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ്. ഇങ്ങനെ ഈ നാമങ്ങളൊക്കെ നേരത്തെ പറഞ്ഞ ഈ ആശയങ്ങൾ, അള്ളാന്റെ ബിർറ്, അള്ളാന്റെ ഇഹ്സാൻ, അള്ളാന്റെ റഹ്മത്ത്. ഇപ്പൊ വഹാബ് എന്ന് പറയുമ്പോൾ അതിൽ റഹീമാണ്. റഹ്മത്ത് എന്നുള്ള ഭാഗം അതിൽ വന്നു, റഅഫത്ത് എന്നുള്ള ഭാഗം അതിൽ വന്നു, ജൂദ് എന്നുള്ളത് വന്നു, കറമ് എന്നുള്ളത് വന്നു, ബിർറ് എന്നുള്ളത് വന്നു. അതുപോലെ ഇപ്പൊ റഹീമാണ് എന്ന് പറയുമ്പോൾ അതിന് ബിർറും ഇഹ്സാനും കറമും ജൂദും ഒക്കെ അതിൽ വന്നു. അതാണ് ഈ പേരുകളുടെ ഒക്കെ പ്രത്യേകത. ഒരൊറ്റ പേര് തന്നെ പല പേരുകളും അങ്ങോട്ടും ഇങ്ങോട്ടും ഉൾക്കൊള്ളുന്നത്. ഏതൊക്കെ പേരുകളാണ് ഇപ്പൊ പറഞ്ഞത്? റഹ്മാൻ, റഹീം, ബർറ്, കരീം, ജവാദ്, റഊഫ്, വഹാബ്. അർ റഹ്മാൻ, അർ റഹീം, അൽ ബർ, അൽ കരീം, അൽ ജവാദ്, അർ റഊഫ്, അൽ വഹാബ്. السميع لجميع الأصوات باختلاف اللغات على تفنن